അങ്ങനെ നമ്മുടെ അക്ബറിന്റെ അടുത്ത് നമ്മുടെ ആദില സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് താനാണ് ആ പാവകൾ മോഷ്ടിച്ചത് എന്നുള്ള കാര്യം. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയുന്നുണ്ടാകും. നമ്മുടെ ആദിലയായിരുന്നു അക്ബറിന്റെ പാവകളിൽ പകുതിയും മോഷ്ടിച്ചത്. ഇതേ തുടർന്ന് അക്ബർ പൊട്ടിക്കരഞ്ഞതൊക്കെ നമ്മൾ പ്രൊമോയിലും എപ്പിസോഡിലുമായിട്ട് കാണിട്ടുണ്ടാകും. ഞാനാണ് ഇക്കയുടെ പാവകളൊക്കെ മോഷ്ടിച്ചതെന്ന് നമ്മുടെ ആദില പറയുന്ന സമയത്ത് അക്ബറിന്റെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു. സത്യം പറഞ്ഞാല് അക്ബർ പറയുന്ന മറുപടി കേട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണത്. അക്ബറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നീ ആയിരിക്കും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു, എങ്കിലും നീ ചെയ്തു എന്ന് നീ തന്നെ പറഞ്ഞ സമയത്ത് എനിക്ക് ചെറിയൊരു സങ്കടം തോന്നി, അത്രയേ ഉള്ളൂ എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. എന്തായാലും മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, തലേ ദിവസം അനീഷിന് കിട്ടിയ പാവകളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഇത് ഗെയിം അല്ലേ അനീഷേട്ടാ, ഗെയിമിനെ ഗെയിമായിട്ട് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ച വ്യക്തിയാണ് നമ്മുടെ അക്ബർ. എന്നാൽ അക്ബറിന്റെ അനുഭവത്തിൽ അത് വന്ന സമയത്ത് അക്ബറിന് വല്ലാത്തൊരു സങ്കടം തോന്നി. അത് പ്രേക്ഷകർക്കും മനസ്സിലായി കാണും. അപ്പൊ നമുക്ക് അക്ബറിനോട് ചോദിക്കാനുള്ള ഇത് തന്നെയല്ലേ, ഇതൊരു ഗെയിം അല്ലേ അക്ബറെ? അപ്പൊ ഇതൊക്കെ സ്വാഭാവികമല്ലേ? നമുക്ക് ആദിലെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. അത് ആദിലയുടെ ഗെയിമിംഗ് സ്ട്രാറ്റജിയാണ്. അത് മാത്രമല്ല, അനീഷിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അത് ഡ്രാമയാണ് എന്നും കൂടെ അക്ബർ പറഞ്ഞിരുന്നു. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അറിഞ്ഞായാലും അറിയാതെ ആയാലും നമ്മുടെ കർമ്മ എന്നൊരു പറയുന്ന സംഭവം ബിഗ് ബോസ് വീടിനകത്തുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പാനിയെ പറഞ്ഞ മസ്താനിക്കും ഇപ്പോൾ അനീഷിനെ പറഞ്ഞ അക്ബറിനും തിരിച്ചടി കർമ്മയിലൂടെ തന്നെ കിട്ടിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കല്ലേ.